വിശദമായ വാർത്തകളിലേക്കാണ്. പി.വി. അൻവർ നിലമ്പൂർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചു. നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഇമെയിൽ വഴി സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയിരുന്നു. പോരാട്ടത്തിന് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നതായും അൻവർ പറഞ്ഞു. രാജി സമർപ്പിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കും കഴിഞ്ഞ 5 മാസമായി പിണറായി ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 11-ാം തീയതി ഞാൻ ഒഫീഷ്യലായിട്ടാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. 11-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇമെയിൽ വഴി, MLA-യുടെ ഒഫീഷ്യൽ മെയിൽ വഴി വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങൾ പോയി രാജിവെക്കുക, ആ സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉടനെ തന്നെ പാർട്ടി തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. നിർണായകമായ വെളിപ്പെടുത്തലാണ് പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാലാവധി കഴിയാൻ 1.5 വർഷം കൂടി ബാക്കിയിരിക്കെയാണ് രാജി നൽകിയിരിക്കുന്നത്. പോരാട്ടത്തിന് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പത്രസമ്മേളനം തുടങ്ങുന്നത്. പിണറായിസത്തിനെതിരെയും മലയോര ജനതയ്ക്കും വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്ന് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രിയുണ്ട്. സൂര്യ, വിവരങ്ങൾ. ഇടതും വലതും മാറി DMK-യിൽ നിന്നും ഇറങ്ങി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തട്ടകത്തിലേക്ക് പി.വി. അൻവർ ചേക്കേറുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് രാജിക്കത്ത് സ്പീക്കർക്ക് നിയമസഭയിൽ കൊണ്ടുപോയി നൽകിയതിന് ശേഷമാണ് വാർത്താ സമ്മേളനത്തിന് പി.വി. അൻവർ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടക്കം ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ നിന്ന് വിജയിപ്പിച്ച് വിട്ട വോട്ടർമാർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിയമസഭയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവസരം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് പി.വി. അൻവർ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ വെളിപ്പെടുത്തൽ കൂടി വാർത്താ സമ്മേളനത്തിൽ രാജി നൽകുകയും അതുപോലെ തന്നെ TMC-യിലേക്കുള്ള പ്രവേശനത്തിനും അപ്പുറം പി.വി. അൻവർ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം അത് സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് പി.വി. അൻവർ ആയിരുന്നു. 180 കോടി രൂപയുടെ ആരോപണം അത് VD സതീശനെതിരെ ഉയർത്തുകയും പ്രതിപക്ഷത്തിനെ അടക്കം പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ആ വിഷയത്തെ കൊണ്ടുപോവുകയും ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് പി.വി. അൻവർ തന്നെയായിരുന്നു. ആ വിഷയത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി പി.വി. അൻവർ വാർത്താ സമ്മേളനത്തിൽ നടത്തി എന്നുള്ളതാണ്. അത്തരത്തിലൊരു ആരോപണം പ്രതിപക്ഷ നേതാവിന് എതിരെ ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന പി. ശശി പറഞ്ഞിട്ടാണ് എന്നതാണ് ഇപ്പോൾ പി.വി. അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിന് മുന്നിൽ എന്നെ ഏറ്റവും വലിയ ശത്രുവാക്കാനുള്ള ഗൂഢനീക്കം അന്നു മുതൽ തന്നെ ശശി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ തന്നെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിലൊരു ആരോപണം തന്നോട് ഉന്നയിക്കാൻ പി. ശശി ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനുണ്ടായ മാനഹാനിക്ക് നന്ദി പറയുന്നു, കേരള ജനതയോട് ക്ഷമ ചോദിക്കുന്നു എന്നും അൻവർ പറയുകയാണ്. പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും അൻവർ ഇതിനോടൊപ്പം തന്നെ മാപ്പ് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുത മനസ്സിലാക്കി തന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണം എന്നുള്ളതാണ് പി.വി. അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പി.വി. അൻവർ ഇപ്പോഴും പാർട്ടി മാറ്റത്തിൽ ഒരു തൃപ്തനാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഒരു പക്ഷേ UDF-ലേക്ക് ഒരു ക്ഷണം അൻവറിന് നൽകിയിരുന്നെങ്കിൽ, ആരെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പി.വി. അൻവർ UDF-ലേക്ക് തന്നെ, കോൺഗ്രസിലേക്ക് തന്നെ എത്തുമായിരുന്നു എന്നതിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത് അത് നിലമ്പൂരിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണ് അൻവർ ഉയർത്തുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തണമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക അംഗത്വം തനിക്ക് നേടണമായിരുന്നു. ആ അംഗത്വത്തിന് വേണ്ടിയാണ് MLA സ്ഥാനം രാജിവെച്ചത്. ഇനിയിപ്പോൾ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ TMC-യുടെ അംഗത്വം തനിക്ക് നേടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം TMC-യിൽ നിന്നുകൊണ്ട് നിലമ്പൂരിലെ മലയോര മേഖലകളിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നുള്ളതാണ് അൻവർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് പിണറായിസത്തിന്റെ ആണിക്കല്ല് ഊരുന്നതായിരിക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂടി പി.വി. അൻവർ തന്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി എന്നുള്ളതാണ്.
2019 സംഭവിച്ചത്. UDF വേണ്ടിയുള്ള എല്ലാ പിന്തുണയും, അതുപോലെ തന്നെ നിലമ്പൂരിൽ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും നിരുപാധികം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്തുണ കൽപ്പിക്കുമെന്നും പിന്തുണ നൽകുമെന്നും PV അൻവർ പറയുന്നു. പക്ഷേ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ നൽകുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഷൗക്കത്തിനെ ആ പ്രദേശത്ത് പോലും കണ്ടിട്ടില്ല എന്നുള്ളത് പറയുന്നതിനോടൊപ്പം തന്നെ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി അനൌദ്യോഗികമായിട്ട് PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലകളിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ മലയോര മേഖലയെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയെ നിർത്തണമെന്നുള്ളതാണ് അൻവറിന്റെ ആവശ്യം. നിലമ്പൂരിലെ ക്രൈസ്തവ കുടുംബത്തിലെ ആളെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ VS ജോയി എന്ന ഒരു പേര് കൂടി എടുത്തുയർത്തിക്കൊണ്ടാണ് ഈ ആവശ്യം അത് PV അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. VS ജോയി മലയോര വിഷയങ്ങളെ നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. അത് തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപേക്ഷയായിട്ട് UDF മുന്നിൽ വെക്കുകയാണ് എന്നത് കൂടി അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും 2019 123 UDF ഉയർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ 17 LDF താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം തനിക്കുണ്ട്. അത് നിറവേറ്റാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ പാർട്ടി മാറ്റത്തിലൂടെ താൻ തുടക്കമിടുന്നത് എന്നതാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. എന്തായാലും പിണറായി സത്തിനെതിരെയും LDF സർക്കാരിനെതിരെയുമുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ തുടക്കം തന്നെയാണ് ഈ PV അൻവറിന്റെ TMC-യിലേക്കുള്ള പ്രവേശനവും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. TMC-യിൽ നിന്നുകൊണ്ട് ഇനി അൻവർ നടത്തുന്ന ഓരോ ഇടപെടലും അത് LDF-നെതിരെയും കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുമായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. വൃന്ദ. സൂര്യഗായത്രി, അതോടൊപ്പം തന്നെ അജിത് കുമാറും ശശിയും ചേരുന്ന കോക്കസിനകത്താണ് മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വിചാരിച്ചത് എന്നടക്കമുള്ള പ്രസ്താവനയും ഈ ഒരു പത്രസമ്മേളനത്തിൽ PV അൻവർ ആരോപിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് PV അൻവർ വലിയ ജനശ്രദ്ധ നേടുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ PV അൻവർ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ADGP അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും ആരോപണം ഉയർത്തിക്കൊണ്ടാണ്. ഇവർ രണ്ടുപേരുമാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരിനെ ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അൻവർ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കെതിരെയാണ് CPIM-ലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അൻവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതി നൽകുന്ന സമയത്ത് താൻ വിചാരിച്ചിരുന്നത് അജിത് കുമാറും ശശിയും ചേരുന്ന കോക്സിനകത്ത് മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മുഖ്യമന്ത്രി അതിനകത്ത് നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് താൻ നടത്തിയത് എന്നതാണ് അൻവർ അതുവഴി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ വിഷയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല, അതിനി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അതിൽ മുഖ്യമന്ത്രിക്ക് കൂടി എന്തൊക്കെയോ പങ്കുണ്ട് എന്ന കാര്യം താൻ മനസ്സിലാക്കുന്നത്. ഒറ്റയടിക്ക് മുഖ്യമന്ത്രി തന്നെ തള്ളി പറയുന്ന സാഹചര്യം വരുന്നു. അതുവരെ തന്നോടൊപ്പം തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഇടതുപക്ഷത്തിലെ പല നേതാക്കളും പിന്നീട് താൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ്. CPM പോലും തന്നെ തള്ളി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് അൻവർ പറയുന്നു. അത് ഒടുവിൽ ചെന്ന് എത്തി നിൽക്കുന്നത്, ഈ വിവാദങ്ങളൊക്കെ ഒടുവിൽ ചെന്ന് എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എന്ന പരാമർശം കൂടി PV അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്കും ഇതുവരെ അൻവർ ഉയർത്തിക്കൊണ്ടിരുന്ന വിമർശനങ്ങളിലൊക്കെ തന്നെ ഒരു എളിയ പങ്കുണ്ട്, ഒരു ചെറുതല്ലാത്ത തരത്തിലുള്ള പങ്കുണ്ട് എന്ന കാര്യം PV അൻവർ ഉയർത്തി പറയുന്നു. പൂർണ്ണമായിട്ടും ഇപ്പോൾ ആന്റണി ജിസ്റ്റോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആന്റണി, നിലമ്പൂരിൽ ഇനി മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഈ PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി ഏത് രീതിയിലായിരിക്കും പോവുക? കാരണം VS ജോയി അടക്കം അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് PV അൻവർ പറയുന്നത്. ഈ നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നിലമ്പൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അൻവറിന്റെ ഒരു രാഷ്ട്രീയ നീക്കം ഇനി എന്താണ് എന്നുള്ള കാര്യം അൻവർ പറഞ്ഞ് തന്നെ വെക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. അത് UDF-നൊപ്പം എന്നുള്ളത് തന്നെയാണ്. UDF-നാണ് ഇനി തന്റെ പിന്തുണയെല്ലാം എന്നുള്ളത് അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആ പിന്തുണ UDF-നായിരിക്കും. താൻ മത്സരിക്കില്ല, പക്ഷേ നിരുപാധികമായ പിന്തുണ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ന് നൽകുമെന്ന് അൻവർ പറയുന്നു. എല്ലാ തരത്തിലും
UDF വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതായാലും അൻവറിന്റെ ലക്ഷ്യം UDF വരിക എന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും അത് തന്നെ അൻവർ അതിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് അൻവർ അത് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആ ഒരു ആരോപണം, അല്ലെങ്കിൽ ആ 150 കോടി രൂപയുടെ ആരോപണം എന്ന് ആ 150 കോടി രൂപ ആരോപണം, അത് അൻവർ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ആരോപണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 150 കോടി രൂപയുടെ കൈക്കൂലി അത് ഈ പെട്ടികളിലാക്കി VD സതീശന് ലഭിച്ചു, സതീശൻ വാങ്ങി എന്നുള്ളതായിരുന്നു. അത് പിന്നീട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ അടക്കം പോയ ഒരു ആരോപണമാണ്. പിന്നീട് അത് തെളിവില്ല എന്ന് കണ്ട് തള്ളുകയും ഒക്കെ ചെയ്തിരുന്നത്. ഏതായാലും ആ ആരോപണത്തിലടക്കം മാപ്പ് പറഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ താനല്ല, തനിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല, പാർട്ടി പറഞ്ഞത് താൻ ഡെലിവർ ചെയ്യുകയാണ് ചെയ്തത്. P. ശശിയാണ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി P. ശശിയാണ് തന്നോട് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. ഇങ്ങനെ VD സതീശനെതിരെ ഒരു ആരോപണമുണ്ട്, അത് ഉന്നയിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്, അങ്ങനെ ടൈപ്പ് ചെയ്തൊരു കാര്യമാണ് തനിക്ക് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അൻവർ പറഞ്ഞു. തന്നോട് ക്ഷമിക്കണം, അങ്ങനെ താൻ കാരണം ഒരു മാനഹാനി ഉണ്ടായെങ്കിൽ അത് ക്ഷമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം UDF പ്രവേശനത്തിന് അൻവറിന്റെ UDF പ്രവേശനത്തിനോട് VD സതീശന് വലിയ താല്പര്യമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അൻവർ ഈ മാപ്പപേക്ഷയിലൂടെ ലക്ഷ്യമാക്കുന്നത് VD സതീശനെ കൂടി മയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. VD സതീശനാണ് പ്രധാനമായും ഈ UDF പ്രവേശനത്തിൽ ഒരു നിലപാട് കൃത്യമായി വ്യക്തമാക്കാതെ നിൽക്കുന്നത്. നേരത്തെ അദ്ദേഹം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിലടക്കം അൻവറിനെതിരെ രൂക്ഷമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുകയും ചെയ്തതാണ്. ഏതായാലും VD സതീശനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലമ്പൂരിൽ UDF താൻ നിൽക്കുമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ വ്യക്തമാക്കുമ്പോൾ VS ജോയി, അവിടെ മലപ്പുറത്തിന്റെ DCC പ്രസിഡന്റാണ് VS ജോയി, KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനൊക്കെയാണ്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടെ മറ്റൊന്നുള്ളത്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും KPCC സെക്രട്ടറിയും ഒക്കെയായ ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും അൻവറിന്റെ ലക്ഷ്യം കൃത്യമായി തന്നെ വ്യക്തമാണ്, അത് UDF തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിലെ UDF കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം അൻവറിന്റെ ലക്ഷ്യം. ഏതായാലും അൻവർ അംഗത്വം സ്വീകരിച്ച ശേഷം തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ പിന്തുണ UDF നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും UDF ആണ് ഇക്കാര്യത്തിൽ അൻവറിനെ എടുക്കണമോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും മറ്റൊന്നുള്ളത്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയ്ക്കുക, പിന്നീട് അടുത്ത ഘട്ടത്തിൽ അങ്ങനെ വിജയിച്ചാൽ UDF ഈ വരിക, നിലമ്പൂർ സീറ്റിലേക്ക് ഒരുപക്ഷെ അൻവർ അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരത്തിന് എത്തിക്കൂടാ എന്നുള്ള ഒരു സാഹചര്യമില്ല. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ നിലമ്പൂർ മത്സരിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് UDF ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ അടക്കം CPM-നെതിരെ അടക്കമുള്ള പോരാട്ടം തുടരുമെന്ന് അൻവർ വ്യക്തമാക്കുമ്പോൾ UDF നിന്ന് പോരാടാൻ തന്നെയാണ് അൻവർ തീരുമാനിക്കുന്നത്. അൻവറിന്റെ മനസ്സിൽ UDF മാത്രമാണെന്നുള്ളത് വ്യക്തമാണ്. ആന്റണി തുടരുക. ഇപ്പോൾ സൂര്യഗായത്രി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പിണറായി സത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് PV അൻവർ ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ നീളം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചുമതല തനിക്കുണ്ട്, UDF നിരുപാധികം പിന്തുണയ്ക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ PV അൻവർ ആരോപിക്കുന്നത്. സൂര്യ, കേൾക്കാമോ? അവരെന്താ പറഞ്ഞോളൂ. സൂര്യ, UDF ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചുമതല തനിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. ആദ്യം തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും പിന്നീട് VD സതീശന്, പ്രതിപക്ഷ നേതാവിനെ മാപ്പ് പറഞ്ഞുകൊണ്ടുമാണ് ഈ ഒരു പത്രസമ്മേളനം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതല്ലേ?
തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് TMC-യിലേക്ക് PV അൻവർ കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളതാണ്. നിലമ്പൂരിൽ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്റെ നിരുപാധികമായ പിന്തുണ, തങ്ങളുടെ ഒപ്പമുള്ളവരുടെ എല്ലാ പൂർണ്ണ പിന്തുണയും നൽകുമെന്ന കാര്യത്തിലും ഉറപ്പ് നൽകിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം PV അൻവർ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിട്ടും പിണറായി കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റും, LDF വിരുദ്ധത പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ ആണ് UDF-ന് അനുകൂലമായൊരു നിലപാട് PV അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ വലിയ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനോടക്കം, പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് PV അൻവർ താൻ ഉയർത്തിയ ആരോപണം അത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ P ശശിയുടെ നിർദ്ദേശത്തെ തുടർന്ന് താൻ പറഞ്ഞതാണ്. നേതാക്കൾ എഴുതി നൽകി അത് P ശശി തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അതാണ് സഭയിൽ താൻ ഉയർത്തിയത് എന്ന് പറയുന്നു. അപ്പോഴും അതിനു മേലുള്ള എന്തെങ്കിലും ഒരു തെളിവുകൾ P ശശിയോടക്കം തിരക്കിയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ പറഞ്ഞത് താൻ അനുസരിച്ചു എന്നല്ലാതെ ഈ വിഷയത്തിൽ കൂടുതൽ ഒന്നും തനിക്ക് അറിയില്ല എന്നുള്ളതാണ് PV അൻവർ ഇപ്പോൾ ഉയർത്തുന്നത്. അതായത് ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു UDF-നെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ആ വിഷയത്തിൽ തനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ UDF-നോടും പ്രതിപക്ഷ നേതാവിനോടും അടക്കം തനിക്ക് യാതൊരുവിധ വിരോധവും ഇല്ല, എങ്ങനെയായിരുന്നോ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സമീപനം അതുപോലെ തന്നെയാണ് ഇപ്പോഴും UDF-നും തനിക്കും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് കൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തനിക്കൊരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് TMC-യിലേക്കാണ്. TMC-യിലേക്ക് താൻ പോകുമ്പോഴും നിലമ്പൂരിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും, കേരളത്തിലെ UDF-ന് എല്ലാവിധ പിന്തുണയും നൽകും എന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും LDF സർക്കാരിനെതിരെ ഉള്ള നിലപാടാണ് PV അൻവർ സ്വീകരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പൂർണ്ണമായിട്ടും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം താൻ ചെയ്യും എന്നതുകൂടി വ്യക്തമാക്കുകയാണ് PV അൻവർ എന്നുള്ളതാണ്. ഈ ADGP MR അജിത് കുമാർ വിഷയത്തിലും P ശശിക്കെതിരെ ഉയർത്തിയ വിഷയത്തിലും തനിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് മുഖ്യമന്ത്രിയും LDF-ഉം CPIM-ഉം സ്വീകരിക്കാത്തതിൽ വലിയ അതൃപ്തി അത് PV അൻവർ തുടക്കം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചു, എന്തുകൊണ്ട് തന്റെ പരാതി അത് സീരിയസ് ആയിട്ട് മുഖ്യമന്ത്രി അടക്കം എടുത്തില്ല എന്നുള്ളതിൽ മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് ആരോപണം എത്തി നിൽക്കുന്നതെന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനം PV അൻവർ ഉയർത്തുന്നു എന്നുള്ളതാണ്. അതായത് PV അൻവർ MLA ഇന്നിപ്പോൾ പാർട്ടി മാറി TMC-യിലേക്ക് MLA സ്ഥാനം രാജിവെച്ച് TMC-യിലേക്ക് പോകുന്നു എന്നതിനേക്കാൾ ഒരുപടി മേലെ നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അത് പ്രതിപക്ഷ നേതാവിനെതിരെ താൻ ഉയർത്തിയ ആരോപണം അത് ഇടത് നേതാക്കളും P ശശിയും പറഞ്ഞ് തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ പൂർണ്ണ പിന്തുണ UDF-ന് ഈ PV അൻവർ നൽകുന്നു എന്നുമുള്ളതാണ്. അത്തരത്തിൽ പാർട്ടി മാറ്റത്തിലൂടെ കോൺഗ്രസിനോടുള്ള ഒരു വിധേയത്വം കൂടിയാണ് PV അൻവർ എന്നിപ്പോൾ വ്യക്തമാക്കിയത്. സൂര്യ, അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിലെ ഇനിയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും? കാരണം ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, VS ജോയിയെ നിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ PV അൻവർ ആരോപിക്കുന്നത്. അതിനിടെ ആര്യടൻ ഷൗക്കത്തിന് പരിഹാസം, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇനിയുള്ള നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും? ബൃന്ദ, ഈ PV അൻവറുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം UDF കൺവീനർ MM ഹസൻ അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണും. ഈ ഒരു വിഷയത്തിലായിരിക്കും UDF-ന്റെ നിലപാട് ഇനിയിപ്പോൾ വ്യക്തമാക്കുക. UDF-ന്റെ നിലപാട് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രതിപക്ഷ നേതാവിനെ അടക്കം UDF-നെ അടക്കം വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി അഴിമതി ആരോപണം അത് PV അൻവർ MLA സഭയിലടക്കം ഉയർത്തി ചർച്ചയായ വിഷയം അത് അൻവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുമ്പോൾ അല്ലെങ്കിൽ തനിക്കത് ബന്ധമില്ല, അത് നേതാക്കളും ശശിയും പറഞ്ഞ് താൻ പറയിപ്പിച്ചതാണ് എന്ന് അൻവർ തന്നെ വ്യക്തമാക്കുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ തുറന്നു കിടക്കുന്നു. അത് UDF പരമാവധി വിനിയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. UDF-ന്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാട്, എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കുമെന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ
UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും LDF-നെതിരെ അല്ലെങ്കിൽ CPIM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആയുധം വീണ് കിട്ടിയ സാഹചര്യം അത് പരമാവധി വിനിയോഗിക്കാൻ തന്നെയായിരിക്കും UDF-ന്റെ തീരുമാനം. അത്തരത്തിലുള്ള പ്രതികരണമായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. അതിലുള്ള PV അൻവറിനോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും എന്നുള്ളതും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ വ്യക്തമാകും. അതിനുശേഷം ഒരുപക്ഷെ BJP-യുടെ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സർക്കാരിനെതിരെ PV അൻവർ ഇപ്പോൾ രംഗത്തെത്തുന്നു. അത് UDF-ന് അനുകൂലമായ ഒരു നിലപാട് PV അൻവർ സ്വീകരിക്കുന്നു. ഇതിലൊക്കെ BJP-ക്കുള്ള മറുപടി എന്താണ്, അല്ലെങ്കിൽ BJP എന്ത് പ്രതികരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും മനസ്സിലാകും. മൊത്തത്തിൽ PV അൻവറിന്റെ PV അൻവർ നടത്തിയിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ നിലപാട് അറിയിക്കലും ആകെ മൊത്തത്തിൽ LDF-നെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുകയും UDF-ന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം BJP-ക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നത് കൂടി വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാകും എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തന്നെയാണ്. അതിനുശേഷം UDF കൺവീനറും അതുപോലെ തന്നെ BJP-യുടെ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും പ്രതികരണം നടത്തും എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TMC-യിലേക്ക് ഇന്നിപ്പോൾ അൻവർ പോകുന്നു. രാജിക്കത്ത് MLA സ്ഥാനം ഒഴിഞ്ഞ് രാജിക്കത്ത് നൽകുന്നു എന്ന വാർത്തയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള അൻവറിന്റെ ക്ഷമാപണവും പിണറായിസത്തിനെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം താൻ നടത്തിക്കഴിഞ്ഞു എന്നുള്ള അൻവറിന്റെ നിലപാട് അറിയിക്കൽ കൂടിയായിരിക്കും വരും മണിക്കൂറിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുക. ഇതിലിപ്പോൾ LDF-ന്റെ ഭാഗത്തു നിന്നും CPIM-ന്റെ ഭാഗത്തു നിന്നും കൂടി ഈ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തങ്ങൾ പറഞ്ഞ് അൻവറിനെ കൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മേലുള്ള അവരുടെ പ്രതികരണം എന്താണ് എന്നതും ഈ വിഷയം സംബന്ധിച്ച് ഏറെ നിർണായകമാകുമെന്നുള്ളതാണ്. തീർച്ചയായും നിലമ്പൂരിൽ മത്സരിക്കില്ല, UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ PV അൻവർ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. പിണറായി സത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ടെന്നും പിണറായി സത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നും അൻവർ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കണമെന്ന് പറഞ്ഞത് P. ശശിയാണ്. 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിക്കുന്നത് P. ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ശശി എഴുതി തന്നതാണ് താൻ പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നു. VD സതീശനോട് മാപ്പ് ചോദിക്കുന്നു എന്നും VD സതീശനുണ്ടായ മാനഹാനിക്ക് PV അൻവർ മാപ്പ് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വസ്തുത മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്നും തന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പിണറായി സത്തിന്റെ അക്കൗണ്ട് പൂട്ടിക്കും, കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യ സെക്രട്ടറി P. ശശിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി PV അൻവർ. ശശിയുടെ ആവശ്യപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചത്. ശശി എഴുതി തന്ന ആരോപണം സ്പീക്കറുടെ അനുമതിയോടെയാണ് ഉന്നയിച്ചത്. VD സതീശനുണ്ടായ മാനഹാനിക്ക് മാപ്പ് ചോദിക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് PV അൻവർ. UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും. പിണറായി സത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ട്. നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും PV അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്
ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് നിലമ്പൂരിലെ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ UDF നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ BS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ, മലബാറിൽ, ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കം കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വാചക കസർത്ത് കൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല. അൻവർ ഒടുവിൽ UDFിലേക്ക് തന്നെ പോകും. അൻവറിന്റേത് അറുപിന്തിരിപ്പൻ നിലപാടെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോട് പറഞ്ഞു. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അവസാനം അവിടെ എത്തുക UDFിലാണ്, വേറെ ഒന്നുമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാലോ, രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ LDF ആണ്, അല്ലെങ്കിൽ UDF ആണ്. അതിൻ്റെ ഇടയിൽ വേറെ നിന്ന് പോകാനൊന്നും സാധിക്കുന്ന ഒരു സ്ഥിതിയും കേരളത്തിലില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കുക, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടെയാണ്. പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുകയല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ല. വാചക കസരത്ത് കൊണ്ടൊന്നും കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വലിയ പാർട്ടി RJD ആണെന്നും. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ